ശേഷം മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ്, നമ്മൾ പാടുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് അത് പാടറാ ഇത് പാടറാ എന്ന് പറഞ്ഞ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറ്. നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്, നമ്മളൊരു പ്രോഗ്രാം ക്ഷണിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഒരു ധാർഷ്ട്യത്തോടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ടാണ്. സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലായിരിക്കും നിൽക്കുക, എന്നിട്ട് അവർ ചിലപ്പം നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന രീതിയിലൊക്കെ ഡയലോഗുകളൊക്കെ അടിക്കുമ്പോൾ നമ്മളൊക്കെ അത് കവർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു വിഷമങ്ങൾ ഈ എല്ലാ സ്റ്റേജുകളിലും ഇല്ല, കുറച്ച് സ്റ്റേജുകളിലും ഉണ്ടായിട്ടുണ്ട്. സ്റ്റേജിൽ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു പ്രോഗ്രാം നിർത്താൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഇവിടാന്ന് തോന്നുന്നു, നമ്മുടെ വെട്ടിയാർ എന്ന സ്ഥലത്ത് ഒരു ക്ലബിലെ പ്രോഗ്രാം, ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ പ്രോഗ്രാമിന് ഞങ്ങളുടെ പ്രോഗ്രാമായിരുന്നു, ഞാൻ കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ ഒരു പാട്ട് രാജഗോപാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മംഗളായി മഠത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ വേണ്ടി ഒരാൾ പ്രോഗ്രാം തുടങ്ങിയ പോലെ പേര് ഗോപച്ചൻ തന്നെയാണ്, ഗോപച്ചനാണ്. അദ്ദേഹം ഒന്ന് പറയാം എന്നാൽ ഒന്ന് പാടണം എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഏകദേശം പ്രോഗ്രാം നിർത്തേണ്ട സമയമായപ്പോഴത്തേന് ലാസ്റ്റ് അദ്ദേഹം ഒരു രക്ഷ, എന്നാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ആ പാട്ട് കേൾക്കാൻ പറ്റത്തില്ല, ഇവിടെ പിന്നെ പുള്ളി ഗൾഫിൽ അങ്ങാണ്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു വിഷമം പുള്ളി വിഷമിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ട് മംഗളായ മഠത്തിലെ പാട്ട് പാടി. ആ പാടിയിട്ട് അദ്ദേഹത്തിനുണ്ടായൊരു സന്തോഷം, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പാട്ടുകൾ മറ്റുള്ളവർ കേൾക്കുമ്പോഴുണ്ടാകുന്നത്, അവർ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പാടിയാലും രാജഗോപാൽ പാടിയാലും ഉന്മേഷ് പാടിയാലും അത് എൻ്റെ ഒരു പാട്ടാണെന്ന്, അത് ഞാനാണ് പാടുന്ന ഒരു ബോധം, അതെപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുള്ളൊരു എന്താ പറയുന്നത്, ഒരു ബോണ്ടിങ്ങിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. അപ്പം സ്റ്റേജിൽ മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അരുണിൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ തിരുവല്ലയിൽ വെച്ചൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് പ്രോഗ്രാം നിർത്താറായി. അപ്പം നമ്മുടെ കുറേ സുഹൃത്തുക്കളുള്ള അവർ പറഞ്ഞു, ചേട്ടാ ഇന്നപോലെ പേര് വിളിച്ച് ഉറക്കെ പറഞ്ഞല്ലോ, സൗണ്ട് ഒരു 10-20-30 പാട്ട് വെച്ചിരിക്കുക. എൻ്റെ ആ സൗണ്ടിൻ്റെ മുകളിലാണ് അദ്ദേഹം വിളിച്ച് പറയുന്നത്, ജിനുവണ്ണ ഈ പാട്ടൊന്ന് പാട് പ്ലീസ് ഒന്ന് പാടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രോഗ്രാം നിർത്താൻ പോവാണ്. ചെയിൻ സോങ് പാടാൻ പോകുന്ന സമയത്താണ് അവർ വന്ന് പറയുന്നത്, എന്നാൽ ഈ പാട്ട് പാടുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ പരമാവധി ഒഴിഞ്ഞ് ബാക്കിലോട്ട് മാറി. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് സൗഹൃദമാണ്, 2 ലൈനെങ്കിലും പാടണമെന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടി. ആ പാട്ട് പാടിയപ്പോൾ അവർ വൈബ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊപ്പം ആ പാട്ട് പോലെ ആരും അവിടെ ഇരുന്നിട്ടില്ല. ആ പാട്ട് തീരുന്നവരെ, ആ പ്രോഗ്രാം തീരുന്നവരെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര രസമായിട്ട് ആ പ്രോഗ്രാം നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചായിരുന്നു. ആ പാട്ട് ഏതാണ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പാടി? ആ പാട്ട് അതൊരു എഴുത്തുപാട്ടുകളാണ് കൂടുതൽ. ഇങ്ങനെയുള്ള എഴുത്തുപാട്ടുകൾ നമ്മുടെ ഈ യൂട്യൂബുകളിലൂടെയൊക്കെ അല്ലേ ഭയങ്കര പ്രശസ്തമായ പാട്ടുകളാണ്, പ്രശസ്തിയുള്ളൊരു പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടാണ് പാടിയത്. പഞ്ചവർണ്ണക്കിളി എന്ന് പറഞ്ഞ പാട്ടാണ്, മണികണ്ഠൻ ചേട്ടൻ്റെ പാട്ടാണ്. അത് അദ്ദേഹം പാടുന്ന രീതിയിലൊന്നും പറ്റില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ പാടാം. നിന്നെ കാണാ എന്തോരഴകാണടേ ചെമ്പകപ്പൂമലരേ പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ കണ്ണടച്ചാലോ കാണാം കണ്ണീനകുള്ളോളെ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണടേ ചെമ്പകപ്പൂമലരേ ചെമ്പകപ്പൂമലരേ ചെമ്പകപ്പൂമലരേ.